ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത മഞ്ചേശ്വരം കോഴക്കേസിൽ പോലീസിന് വീഴ്ചയെന്ന് കോടതി. സമയപരിധി കഴിഞ്ഞ ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം നൽകാൻ കാലതാമസമുണ്ടായതിൽ പ്രത്യേക കാരണം ബോധിപ്പിച്ചിട്ടില്ലെന്നും വിധി പകർപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തിയാണ് പത്രിക പിൻവലിപ്പിച്ചത് എന്നതിന് തെളിവില്ല. പണവും മൊബൈൽ ഫോണും കൈപ്പറ്റിയത് സ്വന്തം ഇഷ്ടപ്രകാരമെന്ന് സുന്ദരയുടെ നടപടികളും വാക്കും വ്യക്തമാക്കുന്നതായും കോടതി കണ്ടെത്തി. കോടതി വിധിയിൽ അപ്പീൽ പോകുമെന്ന് പരാതിക്കാരൻ വി രമേശൻ പറഞ്ഞു. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ അതിക്രമ വകുപ്പ് ഒഴിവാക്കിയ കാര്യത്തിൽ സംശയമുണ്ട്. സുരേന്ദ്രൻ ധാർമ്മികമായും രാഷ്ട്രീയമായും കുറ്റക്കാരനാണെന്നും വി രമേശൻ പറഞ്ഞു. ധാർമ്മികമായി രാഷ്ട്രീയപരമായി ബിജെപി നേതാവ് സുരേന്ദ്രൻ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ല. കാശ് വാങ്ങിയത് സത്യമാണ്, ഫോൺ കൊടുത്ത സത്യമാണ്. ഈ കാര്യത്തിലൊന്നും കാസർഗോട്ടെ ജനങ്ങൾക്കും സംശയമില്ല. പക്ഷെ കോടതിയിൽ ഇപ്പോൾ വന്ന വിധി എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. കാരണം കോടതി ഇത് പറഞ്ഞിട്ടില്ല, വാങ്ങിയിട്ടില്ല എന്നോ കൊടുത്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സാങ്കേതികത്വമാണ് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ സാങ്കേതികത്വം പറഞ്ഞിട്ടാണ്. പക്ഷെ സംശയിക്കപ്പെടുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ 30-ാം തീയതിയായിട്ടാണ് തൊട്ട് മുമ്പുള്ള സിറ്റിംഗ് ഉണ്ടായത്. അന്ന് ബഹുമാനപ്പെട്ട കോടതി അടുത്ത സിറ്റിങ്ങിൽ മുഴുവൻ പ്രതികളോട് ഹാജരാകാനാണ് പറയുന്നത്. ഇങ്ങനെ വിട്ടയക്കാനാണെങ്കിൽ അന്ന് തന്നെ വിട്ടാൽ മതി. ഈ പ്രതികളെ കോടതിയിൽ വരാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് സംശയത്തിന് ഇടവരുത്തുകയാണ്. ഇത് BJPക്ക് ഒരു മൈലേജ് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള സാധാരണ കോടതിയിൽ ഹാജരാവുകയില്ലേ എന്ന് പറഞ്ഞാണ്. ഞാൻ ഈ കേസിൽ ഒരിക്കലും ഹാജരാവില്ല എന്നാണ് ആദ്യകാലങ്ങളിൽ സുരേന്ദ്രൻ പറഞ്ഞത്. ഇപ്പോൾ വളരെ സന്തോഷവാനായിട്ട് വന്ന് ഹാജരായി ഇങ്ങനൊരു വിധി സമ്പാദിച്ചതിൽ സംശയിച്ചാൽ കുറ്റം വരാൻ കഴിയില്ല. അപ്പോൾ ഒരു ശരിക്ക് ഒരു ഗൂഢാലോചന ഇടുമെന്ന് ഞാൻ സംശയിക്കപ്പെടില്ല. ഏതായാലും നമ്മൾ അപ്പീൽ പോകും. ഈ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം നമുക്ക് സമയമുണ്ടായിരുന്നു. 19 മാസമായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ SC/ST വകുപ്പ് ആദ്യം ഒഴിവാക്കി. SC/ST വകുപ്പ് ഒഴിവാക്കിയിട്ടാണ് പിന്നെ പറയുന്നത് പിന്നെ ഇത്ര സമയം എടുത്തിട്ടുള്ളൂ. SC/ST വകുപ്പ്